ഇന്ന് നമ്മൾ പഠിക്കുന്ന കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന രണ്ടാമത്തെ യൂണിറ്റാണ്. ഡാറ്റ കളക്ഷനിൽ നമ്മൾ അറിയേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ, ടൈപ്പ് ഓഫ് വേരിയബിൾസ്, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. പിന്നെ ടൈപ്സ് ഓഫ് ഡാറ്റ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. പിന്നെ ഡാറ്റ കളക്ഷനിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനർ ആൻഡ് ഷെഡ്യൂൾ ഉണ്ട്. പിന്നെ ഡ്രാഫ്റ്റിംഗ് ആൻഡ് റിക്വസിറ്റ്സ്, ക്വസ്റ്റ്യനറിൻ്റെ ഇത് പിന്നെ ഷെഡ്യൂളൊക്കെ ഡ്രാഫ്റ്റിങ്ങും അതിൻ്റെ റിക്വസിറ്റ്സും. പിന്നെ മെത്തേഡ്സ് പ്രൈമറി ഡാറ്റ കളക്ഷനിൽ ഏതൊക്കെയാണ്? ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, സെൻഡിങ് ക്വസ്റ്റ്യനർ ത്രൂ പോസ്റ്റ് ഓർ ഇമെയിൽ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ, ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫോക്കസ് പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ: ആൻ എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റ് arranged a gathering of students of a university and conducted a discussion to collect information regarding the new evaluation system. Write the method of data collection used in this situation. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റ് അവർ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയാണ്, എന്താണ് ഇവാലുവേഷനെ കുറിച്ചുള്ള. അപ്പോൾ കുട്ടികളെല്ലാവരും ഗ്യാദർ ചെയ്തിട്ട് എല്ലാവരുടെയും ഒപ്പീനിയൻ കളക്ട് ചെയ്തിട്ടാണ് ഡാറ്റ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് മെത്തേഡാണെന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ, ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഗ്യാദർ ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനാണ്, FGD. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ഒബ്സർവേഷൻ ആൻഡ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. ഡയറക്റ്റ് ഒബ്സർവേഷനും ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂവും തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിക്കുന്നത്. ഡാറ്റ കളക്ഷനിലുള്ള 2 മെത്തേഡുകളാണ്. ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സംഭവം നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു നാട്ടിൽ വെള്ളപ്പൊക്കം നടന്നു, അങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരു ചാനലിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ മീഡിയ പേഴ്സൺസ് നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആൾക്കാരെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കും. ആ മെത്തേഡാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ഡാറ്റകൾ, ഒരാളുടെ വ്യക്തിപരമായ ഡാറ്റകൾ കളക്ട് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ അയാളെ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തും. ആ മെത്തേഡാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് ഡാറ്റ. വെയ്റ്റ്സ് ഓഫ് ന്യൂ ബോൺ ബേബി ഇൻ എ ഹോസ്പിറ്റൽ ഓൺ എ പെർട്ടിക്കുലർ ഡേ, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ സതേൺ റെയിൽവേ ഡ്യൂറിങ് എ ഇയർ. അപ്പോൾ ഈ ഡാറ്റകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ചൂസ് ദ കറക്റ്റ് ആൻസർ. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഒന്നാമത്തെ പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ ഡിസ്ക്രീറ്റ്. ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രീറ്റ് ടൈപ്പ് ഡാറ്റയ്ക്ക് എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ പറയുന്നു ഫസ്റ്റും സെക്കൻഡും കണ്ടിന്യൂസ് ആണ്, പിന്നെ ഫസ്റ്റ് ഡിസ്ക്രീറ്റ് ആണ്, സെക്കൻഡ് കണ്ടിന്യൂസ് ആണ്, അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിലേതാണ് ശരിയായ ഉത്തരം? വെയിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഡാറ്റ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ്, വെയിറ്റ്, ടൈം, അത്തരം കാര്യങ്ങളൊക്കെ, ടെമ്പറേച്ചർ ഒക്കെ എന്തിലാണ് വരിക? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂസ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ഡാറ്റയാണ്. അപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് ആൻസർ. അപ്പോൾ മനസ്സിലായല്ലോ. നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ്, നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും കൗണ്ടബിൾ നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ആക്സിഡൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ്, 2 ആക്സിഡൻറ്റ്, 3 ആക്സിഡൻറ്റ് അങ്ങനെയല്ലേ വരിക? 0 ആക്സിഡൻറ്റ്. അപ്പോൾ അതൊക്കെ കൗണ്ടബിൾ നമ്പേഴ്സാണ്. അപ്പോൾ അത്തരം കേസൊക്കെ ഡിസ്ക്രീറ്റ് കേസാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ വീഡിയോ ക്ലാസ്സിൽ ചെയ്തതാണ്. മനസ്സിലാകാത്തവർ അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ മനസ്സിലായല്ലോ. ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും അങ്ങനെ നമുക്ക് മൈൻഡ് കണക്ട് ചെയ്യാൻ പറ്റും. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ അബൌട്ട് ദ റിക്വസിറ്റ്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനർ. ഇൻഡിക്കേറ്റ് വെദർ ദേ ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ തന്നത് ക്വസ്റ്റ്യനെയർ നല്ല ക്വസ്റ്റ്യനെയർ ആവാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഏതെങ്കിലും അത് ശരിയും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ക്വസ്റ്റ്യൻ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് ഓൾ റിക്വയർഡ് ഇൻഫർമേഷൻ. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അത് ശരിയാണ്, കാരണം അത് അത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ക്വസ്റ്റ്യനിൽ ഉണ്ടാകുക. കാരണം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹേർട്ട് ദ സെൻറ്റിമെൻറ്റ് ഓഫ് റെസ്പോണ്ടൻറ്റ്. ഇപ്പം നമ്മൾ ആരുടെ നിന്നാണോ ഡാറ്റ വാങ്ങുന്നത് അവരുടെ സെൻറ്റിമെൻ്റ് ആവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അവരെ ടെൻഷൻ അടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചോദിക്കാം എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും പാടില്ല. അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ റിക്വസിറ്റ്സ് അല്ലേ. അത്തരം ഹേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും ക്വസ്റ്റ്യനിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് ഫോൾസ് ആണ്.
അപ്പോൾ നമുക്ക് അതിൻ്റെ പോയിന്റ് കിട്ടിയല്ലോ. റിക്വിസിറ്റ്സ് ആവാനുള്ള കണ്ടീഷനാണ് യു കനോട്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹേർട്ട്. ഓക്കെ, അതാണ് അതിൻ്റെ പറയുക. പിന്നെ സി, നോ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസ് നീഡഡ്. ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നല്ല ക്വസ്റ്റ്യൻസ് ആവണമെങ്കിൽ ശരിക്കും ലോജിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലോജിക്കൽ ഓർഡർ ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ആദ്യം അയാളുടെ പേര്, അഡ്രസ്സ്, അങ്ങനെയാണ് വേണ്ടത് അല്ലേ? അല്ലാതെ ആദ്യം തന്നെ നമ്മുടെ കാര്യത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ലോജിക്കൽ അറേഞ്ച്മെൻറ്റ്സ് പറഞ്ഞാൽ. നമ്മളൊരു ഓർഡർ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് നോ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് നീഡ്, അത് ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. നല്ലൊരു ക്വസ്റ്റ്യനെയറിൻ്റെ ലക്ഷണമല്ല. നല്ലൊരു ക്വസ്റ്റ്യനെയർ എന്തായിരിക്കണം? ദർ ഷുഡ് ബി ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സി എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. അപ്പോൾ അത് ഫോൾസ് നോട്ട് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഷോർട്ട്, സിമ്പിൾ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ആയിരിക്കണം ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഈസി, ഷോർട്ട്, സിമ്പിളായിരിക്കണം. ഓക്കെ, അപ്പോൾ ഡി ട്രൂ ആണ്. അതതിൻ്റെ നല്ലൊരു റിക്വിസിറ്റ്സ് ആണ്. ക്വസ്റ്റ്യനെയർ ആവാനുള്ള, നല്ലൊരു ക്വസ്റ്റ്യനെയർ ആവാനുള്ള റിക്വിസിറ്റ്സ് ആണ്. അപ്പോൾ ഈ 4 പോയിന്റിൽ നിന്ന് നമുക്ക് റിക്വിസിറ്റ്സ് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യനെയറിന് നല്ലതാവാനുള്ള പോയിന്റുകൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ 4 പോയിന്റുകൾ റെഡിയാക്കി എഴുതിയാൽ മതി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ? ഇവിടെ 4 പ്രൈമറി ഡാറ്റയിലല്ലാത്ത മെത്തേഡ് ഏതാണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ, അത് പ്രൈമറി ഡാറ്റയാണ്, നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന മെത്തേഡാണ്. പിന്നെ ടെലിഫോൺ ഇൻ്റർവ്യൂ, അതും പ്രൈമറിയാണ്. FGD, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനും പ്രൈമറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഓഫീസ് റെക്കോർഡ്സ് അത് സെക്കൻഡറി ആണ്. കാരണം ഓഫീസിലെ റെക്കോർഡുകൾ എന്ന് പറഞ്ഞാൽ മുമ്പ് ആദ്യം കളക്ട് ചെയ്ത് വെച്ചതാണ് ഓഫീസ് റെക്കോർഡ്സ് അല്ലേ? ആദ്യം ഒരു പ്രൈമറി ഡാറ്റ ആയി വന്ന സാധനമാണ്. പിന്നെ നമ്മൾ ഓഫീസിൽ നിന്ന് എടുക്കുമ്പോൾ അത് റെക്കോർഡ്സ് സെക്കൻഡറി ആയി മാറി. അപ്പോൾ ഓഫീസ് റെക്കോർഡ്സാണ് പ്രൈമറി ഡാറ്റയ്ക്ക് എക്സാമ്പിൾ അല്ലാത്തത്. Next question. You are the marketing manager of a soft drink company. You plan to introduce a soft drink with a fewer calories in it for the diet conscious customers. Develop a questionnaire for obtaining the necessary data for the project. അപ്പോൾ നമ്മളൊരു മാനേജറാണ്, സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനി പുതിയൊരു പ്രൊഡക്ഷൻ നടത്തുകയാണ് അപ്പോൾ അതിന് വേണ്ട പുതിയ സർവേ നടത്തും. ഏതൊരു കമ്പനിയും തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി സർവേ നടത്തിയാൽ മാത്രമേ നല്ലൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുള്ളൂ, അത് വിജയിക്കുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ ആ രീതിയിൽ നടത്തുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുകയാണ് ജനങ്ങളുടെ അടുത്ത് നിന്ന് ഡാറ്റകൾ സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ ആ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോജിക്കൽ ഓർഡറിൽ ആദ്യം പേര്, ഏജ്, ഏത് പ്രായക്കാരാണ്, ഏതൊക്കെ ഇഷ്ടപ്പെടുന്നത്, ഏതൊക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ആ ഫ്ലേവേഴ്സും ആ കാര്യങ്ങളും പിന്നെ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതുപോലത്തെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ നമ്മൾ കോവിഡ് രോഗികളുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ എക്സാമിന് വരിക. അപ്പോൾ അത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം. ഏത് ചോദിച്ചാലും നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാത്തിലൊരു പേരും കാര്യങ്ങളും വേണം. പിന്നെ മാർക്കിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വേണ്ടത്. ഇപ്പോൾ നല്ല 4 മാർക്കൊക്കെ ആണെങ്കിൽ നമ്മളെ പേരും അഡ്രസ്സും കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് 8 ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാർക്കിനനുസരിച്ചുള്ള ക്വസ്റ്റ്യനെയർ നിങ്ങൾ തയ്യാറാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഡാറ്റ ആസ് ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ്. താഴെ തന്നത് ഡിസ്ക്രീറ്റോ കണ്ടിന്യൂസോ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനാണ്. നമ്പർ ഓഫ് പേജസ് ഓഫ് ബുക്സിലെ പേജുകളുടെ എണ്ണം. നമ്പർ ഓഫ് ഞാൻ പറഞ്ഞു ഡിസ്ക്രീറ്റ് ആയിരിക്കും. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ സമയം അല്ലെങ്കിൽ പിന്നെ ഹവേഴ്സ് അല്ലെങ്കിൽ ഡേയ്സ്, മന്ത്, അങ്ങനെയാണ് ഡേറ്റ് ഉണ്ടാവുക അല്ലെ? അതൊക്കെ കണ്ടിന്യൂസ് ആണ്. പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്ക്രീറ്റ് ആണ്. പിന്നെ ടെമ്പറേച്ചർ, അതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാണ് എങ്ങനെ കണ്ടെത്താന്നുള്ളത്. പിന്നെ ആ ക്ലാസ്സിൽ കുറേ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഇൻ ആൻ എൻക്വയറി റിഗാർഡിംഗ് ദ അഡിക്ഷൻ ഓഫ് ആൽക്കോളിക് ഡ്രിങ്ക്സ് വിച്ച് അമംഗ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ. ഇപ്പോൾ ഒരാൾ മദ്യത്തിന് അടിമപ്പെട്ട് അയാളുടെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം. ആ മദ്യത്തിൻ്റെ അടിമപ്പെട്ട അയാളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അറിയാനൊക്കെ വേണ്ടിയിട്ടൊരു ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉപയോഗിക്കുമോ? അയാളുടെ നേരിട്ട് പോയിട്ട് അയാളുടെ പേഴ്സണൽ ഡാറ്റ വാങ്ങിയിട്ട് നമുക്ക് ഡാറ്റ കിട്ടുമോ? പ്രയാസമാണ്. പിന്നെ മെയിൽഡ് ക്വസ്റ്റ്യൻ, ഒരു മെയിൽ അയച്ചാൽ കഴിഞ്ഞാൽ അയാൾ റിപ്ലൈ ചെയ്തോളണമെന്നില്ല. പിന്നെ ടെലിഫോണിക് മെത്തേഡിലൂടെ, ഫോണിലൂടെ നമുക്കിപ്പോൾ അയാളുടെ ഈ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് മറുപടി കിട്ടില്ല അല്ലേ? ഇൻഡയറക്റ്റ് ഓറൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടല്ലാതെ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ആൾക്കാരോട് ചോദിച്ചിട്ട് അതാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻ്റർവ്യൂ.
അപ്പോൾ ആ മെത്തേഡിലൂടെ മാത്രമേ ഇത്തരം കേസിലൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. ഡാറ്റ കളക്റ്റഡ് ഫ്രം സ്കൂൾ റെക്കോർഡ്സ്. സ്കൂൾ റെക്കോർഡ്സ് നിന്ന് നമ്മൾ ഡാറ്റ ഏത് റെക്കോർഡ്സ് ഓഫീസ് റെക്കോർഡ്സ് എന്നൊക്കെ എടുക്കുന്നത് എന്താണ്, അത് സെക്കൻഡറി ഡാറ്റ ആയിരിക്കും. പിന്നെ സ്കോഴ്സ് ഓഫ് എ ക്ലാസ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ എ ടീച്ചർ. ഒരു ടീച്ചർ പരീക്ഷ നടത്തിയിട്ട് മാർക്ക് കളക്ട് ചെയ്യാണ്, അതേതാണ്, പ്രൈമറി ഡാറ്റയാണ്. കാരണം ടീച്ചർ ഫസ്റ്റ് പരീക്ഷ നടത്തി മാർക്ക് കളക്ട് ചെയ്യാണ് അല്ലേ, അത് പ്രൈമറി ഡാറ്റ വരും. പൊസിഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, അത് ഓർഡിനൽ ഡാറ്റയാണ്. ഓർഡിനൽ, കാർഡിനൽ, നോമിനലൊക്കെ ഉണ്ട്. അത് നമ്മൾ പിന്നെ ഫോക്കസ് പോയിന്റിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിലുണ്ട് ആ കാര്യങ്ങൾ. അപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓർഡറാണ്, അതങ്ങനെ ചിന്തിച്ചാൽ മതി. പൊസിഷൻ, ഓർഡർ, അപ്പോൾ ഓർഡിനൽ. ഇനി നെയിംസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. നെയിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോമിനൽ ഡാറ്റയാണ്. നെയിം നോമിനൽ. ഓക്കെ. മറ്റൊന്ന് മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്നാമത് ക്വസ്റ്റ്യൻ, ആൻസേഴ്സ് ആർ ഫിൽഡ് ബൈ ദ റെസ്പോണ്ടൻസ്. റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ആരാണോ നമുക്ക് ഡാറ്റ തരുന്നത് അവർ തന്നെ ഫില്ല് ചെയ്യാണ്. ആരുടെ അടുത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന അവർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതേതാണ്, മെയിൽഡ് ക്വസ്റ്റ്യനെയറാണ്. കാരണം അവർ തന്നെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് മെയിൽഡ് ക്വസ്റ്റ്യനെയറാണ്. അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കാം. ഇല്ലിറ്ററേറ്റിനോട് മെയിൽഡ് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാൻ പറ്റുമോ? അതായത് നിരക്ഷരരായ ആൾക്കാർക്ക് മെയിൽഡ് ക്വസ്റ്റ്യനെയർ പറ്റില്ല. ആ സമയത്ത് നമ്മൾ വേറെ മെത്തേഡ്, ഷെഡ്യൂൾ എന്ന മെത്തേഡാണ് ഉപയോഗിക്കുക. അപ്പോൾ അവർ തന്നെ ഫില്ല് ചെയ്യാൻ എഴുത്തും വായനയൊക്കെ അറിയുന്ന പോലെയാണെങ്കിൽ മെയിൽഡ് ക്വസ്റ്റ്യനെയർ പറ്റും. പിന്നെ ഇൻഫോർമേറ്റ്സ് നീഡ് നോട്ട് ബി ഇല്ലിറ്ററേറ്റ്. അപ്പോൾ അതായത് ഈ ഡാറ്റ തരുന്ന ആൾ പിന്നെ എന്തായത് സാക്ഷരരാവണം എന്നില്ല, എഴുത്തും വായന അറിയണം എന്നില്ലാത്ത കേസ് ഏതിലാണ്, അത് ഷെഡ്യൂളാണ്. ഷെഡ്യൂളിൻ്റെ പ്രത്യേകത, ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഇതിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാം. ഷെഡ്യൂളിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരാളത്തു നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ഉണ്ടാവും, നമ്മൾ തന്നെ നേരിട്ട് ചോദിച്ചിട്ട് നമ്മളാണ് ഫില്ല് ചെയ്യുക. ഓക്കെ. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അവർ പറയുന്നത് നമ്മൾ എഴുതി വെക്കും. ഓക്കെ. അല്ലാതെ അവർക്ക് എഴുത്തും വായന അറിഞ്ഞോളണം എന്നില്ല. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ ഷെഡ്യൂളാണ് ഉപയോഗിക്കുക. അവർക്ക് ക്വസ്റ്റ്യനെയർ അയച്ചു കഴിഞ്ഞാൽ അവർ മറുപടി തരില്ല, കാരണം എഴുത്തും വായന അറിയാത്തതുകൊണ്ട്. പിന്നെ കളക്ട്സ് ഡാറ്റ ഫ്രം ദ ഇൻഫോർമൻസ് പേഴ്സണലി ബട്ട് നോട്ട് ഡയറക്റ്റ്ലി. നമ്മൾ പേഴ്സണലി ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ പേഴ്സണലി നമ്മൾ ഉപയോഗിക്കൽ ടെലിഫോണിക് ഇൻ്റർവ്യൂ ആണ്. നമ്മൾ ഫോണിലൂടെ അവരുടെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം ഇതിലുള്ളത്. പിന്നെ ലാസ്റ്റ് പറയുന്ന കളക്ട് മോർ ഒപ്പീനിയൻസ് അബൌട്ട് എ സ്പെസിഫിക് ടോപ്പിക് ടു ടേക്ക് ബെറ്റർ ഡിസിഷൻ. നമ്മളൊരു പ്രത്യേക ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേ പേരുടെ അഭിപ്രായം കിട്ടണം, ഒരാളുടെ അല്ല, കുറേ പേരുടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവരെ കൂട്ടിച്ചേർത്ത് എല്ലാവരും വിളിച്ച് വരുത്തിയിട്ട് അവരുടെ ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ട് നമ്മൾ അഭിപ്രായം തേടും അല്ലേ. അപ്പോൾ അത് ഇതിലേതാ മെത്തേഡ്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും, അതാണ് FGD. ആ മെത്തേഡിലൂടെയാണ് നമ്മളത് ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ നാലാമത്തത് FGD, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ചാപ്റ്റർ ഫിനിഷ് ചെയ്യണം.